വിശ്രമം കിട്ടാതെ ഡ്രൈവർമാർ പണിയെടുക്കണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിക്കണ്ടോ എന്നുള്ളത് ഒരു ഗൗരവമായ ചോദ്യമാണ്. അപ്പൊ അത് ഇപ്പൊ ഏതൊരു ആക്സിഡന്റ് സംഭവിച്ചാലും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ, അത് ഒരു കാറുമായിട്ട് ഇടിച്ചാൽ പോലും ഒരു പോസ്റ്റ് ക്രാഷ് എൻക്വയറി, 5-day എൻക്വയറി നടത്തുക. കുന്നംകുളത്ത് ഉണ്ടായ അപകടം, കൊട്ടാരക്കരയിൽ 3 പേര് മരിച്ച അപകടം, അതൊക്കെ തന്നെ പോസ്റ്റ് ക്രാഷ് എൻക്വയറിക്ക് നമ്മൾ അത് ഉത്തരവിടേണ്ട ആവശ്യമില്ല. അതൊരു SOP ആയിട്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രാക്ടീസ് ആയിട്ട് കൊണ്ടുവരിക. KSRTCയുടെ ഒരു അപകടം ഈ അടുത്ത കാലത്ത് നമ്മുടെ നെന്മാറ മണ്ഡലത്തിൽ ഉണ്ടായി. അവിടെയും ഒരു വനിതയാണ് മരിച്ചത്. പക്ഷെ ഇതിപ്പോ KSRTCയുടെ 2 ആളുകൾ മരിച്ചിരിക്കുക. അതേസമയം ടിപ്പർ ലോറി ഇടിച്ച് മരിച്ചതിൽ ഒരു KSRTC ജീവനക്കാരനുണ്ടാകും കൊട്ടാരത്തിൽ. അപ്പൊ ഈ കാര്യത്തിൽ കോഴിക്കോട് ഡിപ്പോയിൽ നിന്നാണ് അവർ പോയിട്ടുള്ളത്. ഈ സംഭവം നടന്നിട്ട് ഏതാനും മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ എനിക്കും ചില അറിവുകൾ ഇവർക്ക് റെസ്റ്റ് കിട്ടുന്നില്ല അതിനെ കുറിച്ചൊക്കെ വരുന്നുണ്ട്. ഞാൻ MD വിളിച്ചു. MD വിളിച്ചതിന് ശേഷം അത്തരം കാര്യങ്ങൾ ഈ സംഭവത്തിന്റെ ആദ്യത്തെ 2-3 ദിവസം കഴിയുമ്പോൾ അതും പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കർണാടക ഗവൺമെന്റിന് ഞാൻ പ്രത്യേകമായ നന്ദി പറയുകയാണ്. കർണാടക ഗവൺമെന്റിലെ ട്രാൻസ്പോർട്ട് മന്ത്രി, അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പ്, അവരൊക്കെ അവരുടെ നാട്ടിൽ അവരുടെ ഒരു ബസ്സിന് എന്തായാലും ചെയ്യുന്ന അതേ ശുഷ്കാന്തിയോടുകൂടി നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടു. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടും അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ഇടപെട്ടു. അവിടുത്തെ മന്ത്രിമാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ പോസ്റ്റ്മോർട്ടം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഞാൻ കർണാടക ഗവൺമെന്റിന് പ്രത്യേകമായിട്ടുള്ള ഒരു നന്ദി പറയുകയാണ്. അതിൽ പരിക്ക് പറ്റിയിട്ടുള്ളവരുടെ എല്ലാവരുടെയും ചികിത്സ പൂർണ്ണമായും KSRTC തന്നെ നടത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകൾ, ആർക്കെങ്കിലും പ്രയാസമുണ്ടാകുന്നതായി എന്തെങ്കിലും അറിവ് കിട്ടുകയാണെങ്കിൽ എൻ്റെ ഓഫീസിനെയോ എന്നെയോ ബന്ധപ്പെട്ടവരെയോ KSRTCയോ അറിയിക്കണം. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഇന്ന് കാലത്ത് 7:30 മുതൽ സംഭവിച്ചത് മുതൽ തന്നെ സജീവമായിട്ട്